പ്രീതിക്കാളാകിലോരാതഖില മഹിമയും ഭുതിയും നൽകുമേതോ സാനന്ദം ചേരുമപ്രീതിയിൽ അപജയമുണ്ടാക്കിയും നിൽക്കയാലോ ഏതിനും മൂലമല്ലോ ഗുരുകൃപയതിനാൽ ഭുക്തിയും മുക്തിയും മേൽ സാധിപ്പാനോർത്തു നാരായണ ഗുരുചരണം സന്തതം ഞാൻ തൊഴുന്നേൻ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമ. ഓം ജയ നാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരചന്ദ്രമരീചികേ. ഓം ശ്രീ ശാരദാംബേ നമ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും കൂട്ടായ്മയിലെ ഏറ്റവും ആദരണീയരായ അഡ്മിൻ പാനൽ അംഗങ്ങൾ അടക്കമുള്ള കൂട്ടായ്മയിലെ എല്ലാ ആത്മ സഹോദരങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ കുടുംബത്തിൽ മേടമാസത്തിലെ തിരുചതയത്തിൽ വിനായക അഷ്ടകത്തിൽ തുടങ്ങി സുബ്രഹ്മണ്യ സ്തുതികളിലൂടെ ശിവസ്തുതിയിൽ സമാപിക്കുന്ന ശിവകുടുംബകം എന്ന ഗുരുജ്ഞാനസരണിയുടെ തീർത്ഥയാത്രയിൽ ഇന്ന് 16ാമത് ദിനത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ആത്മസഹോദരങ്ങൾക്കും ഭഗവാന്റെ കാരുണ്യം നിറയെ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ 16ാമത് ദിനത്തിൽ ഭഗവാന്റെ സുബ്രഹ്മണ്യ സ്തുതിയിൽപ്പെട്ട സുബ്രഹ്മണ്യ കീർത്തനത്തിലെ 8ാമത് ശ്ലോകമാണ് ഇവിടെ ഈ തീർത്ഥയാത്രയിൽ അവതരിപ്പിക്കേണ്ടതായിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ കൃതിയുടെ രചനയും അതേപോലെ അതേ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തന്നെയും കഴിഞ്ഞ 7 ദിനങ്ങളിലായിട്ട് ആത്മസഹോദരരൊക്കെ ഇവിടെ വിവരിച്ചിട്ടുള്ളതിനാൽ നമുക്ക് ഈ 8ാമത് ശ്ലോകത്തിലേക്ക് കടക്കാവുന്നതാണ്. ഈ ശ്ലോകം ഭക്തിയുടെ ഒരു നൈർമല്യമാണ് നമുക്ക് ഈ ശ്ലോകത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ഭക്തനും ഗുരുവും തമ്മിലുള്ള ഒരു പാരസ്പര്യം, അല്ലെങ്കിൽ ഭക്തനും ഭഗവാനും തമ്മിലുള്ള ഒരു പാരസ്പര്യം, ഒരു സ്നേഹം ഒക്കെ ആ ഭക്തിയുടെ നിഷ്കളങ്കമായ ആ ഭക്തിയുടെ ഒരു അനുഭൂതി നമുക്ക് ഈ ശ്ലോകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ ശ്ലോകത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാം. ഓം കണ്ണുണ്ടിരാറു കാതും കരവും അതു കണക്കുണ്ട് കാരുണ്യമോയി വണ്ണം മറ്റാർക്കുമില്ലീ അടിമയിഹപ്പെടും പാടു കണ്ടിലയോ നീ. കണ്ണിൽ കണ്ടോർ പഴിക്കുന്നതുമൊരു ചെവി കൊണ്ടെങ്കിലും കേട്ടതില്ലേ. ദണ്ണം തീർത്തന്നെ രക്ഷിച്ച അഭയമരുളുവാൻ കഴിയുമൊന്നല്ലേ വേണ്ടു. ഇവിടെ ഭഗവാൻ മുരുകനോട് പറയുകയാണ്, അല്ലയോ മുരുക, നിനക്ക് കണ്ണുണ്ട് ഈരാറ്. എന്താണ് കണ്ണുണ്ട് ഈരാറെന്ന് പറയുമ്പോൾ?
അവിടെ ഗുരു ആ ഒരു കണക്കിൻ്റെ ഒരു രീതിയിലേക്കാണ് പോയിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഗുരുവിന് വേണമെങ്കിൽ കണ്ണുണ്ട് 12 എന്നങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഗുരു ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മുരുക, 6 മുഖമുള്ള നിനക്ക് കണ്ണുണ്ട് ഈരാറ്, നിനക്ക് ഈരാറ് 12 കണ്ണുണ്ടെന്ന് ഗുരുവിൻ്റെ ആ ഒരു രചനാ വൈഭവം അവിടെ നമ്മൾ ദർശിക്കാവുന്നതാണ്. പിന്നെന്താണ്, അതുപോലെ കാതും ഉണ്ടെന്ന്, 12 കണ്ണുള്ളതുപോലെ നിനക്ക് 12 കാതുമുണ്ടെന്ന്. പിന്നെയോ കരവുമുണ്ടെന്ന്, അതുപോലെ 12 കരവുമുണ്ടെന്ന്. കാരുണ്യമോ, കാരുണ്യമാണെങ്കിലും നിനക്ക് ഈ വണ്ണം മറ്റാർക്കുമില്ല. നിനക്ക് ഉള്ള കാരുണ്യം പോലെ മറ്റാർക്കും കാരുണ്യമില്ലെന്ന്. എന്നിട്ടും ഈ ഭക്തദാസന് അല്ലെങ്കിൽ ഈ ഭക്തന് ഈ ലോകത്ത് കിടന്ന് അനുഭവിക്കുന്ന കഷ്ടത നീ കണ്ടില്ലേ എന്ന്. അതാണ് ഇവിടെ പറഞ്ഞത്, ഈ അടിമ ഇഹപ്പെടുമ്പാട് കണ്ടില്ലയോ നീ. ഈ അടിമ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതൊക്കെ നീ കണ്ടില്ലയോ എന്ന്. പിന്നെന്താ പറയുന്നത്? കണ്ണിൽ കണ്ടോർ പഴിക്കുന്നതും ഒരു ചെവി കൊണ്ടെങ്കിലും കേട്ടതില്ലേന്ന്. ഈ കാണുന്നവരൊക്കെ എന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പഴിക്കുന്നതൊക്കെ ഈ 12 ചെവിയിൽ ഒരു ചെവി പോരെ നിനക്കൊന്ന് കേൾക്കുവാൻ വേണ്ടിയിട്ട്. ഈ 12 ചെവി ഉണ്ടായിട്ട് നീ ഒന്നും കേൾക്കുന്നില്ലയോ മുരുക? എന്നിട്ട് എന്താ നീ ഒന്ന് കേൾക്കാത്തെ? പിന്നെന്തോ പറയുന്നത്? ദണ്ണം തീർത്തെന്നെ രക്ഷിച്ച് അഭയമരുളുവാൻ കയ്യുമൊന്നല്ലേ വേണ്ടൂന്ന്. മുരുക, നിനക്ക് 12 കൈയുണ്ടല്ലോ. ഞാൻ ഈ സംസാര ദുഃഖത്തിൽ കിടന്നിങ്ങനെ പെടാപ്പാട് പെടുന്നതൊക്കെ കണ്ടുകൊണ്ട് ഇതൊക്കെ നീ കാണുന്നുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടാണ് എൻ്റെ ആ ഒരു വിഷമത്തെയൊക്കെ ഒന്ന് ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് ആ 12 കൈയിൽ ഒരു കൈ പോരെ മുരുക നിനക്ക് എന്നെ ഒന്ന് രക്ഷിക്കാനൊക്കെ ഉണ്ട്? ഒരു കൈ പിടിച്ച് തന്നാൽ പോരെ എന്നെ ഒന്ന് രക്ഷിക്കാനൊക്കെ ഉണ്ട്? ഇതാണ് ഇവിടെ ഭഗവാൻ മുരുകനോട് പറയുന്നത്. ഒരു ഭക്തൻ്റെ ആ ഭക്തി നൈർമല്യം, അല്ലെങ്കിൽ ആ ഒരു ഭഗവാനോടുള്ള ഭക്തിഭാവം എത്രയും ഉണ്ടോ അതുപോലെ അങ്ങനെ അത്രയും താഴ്മയോടും അല്ലെങ്കിൽ അത്ര സ്നേഹത്തോടും, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനോട് എന്ന പോലെ, അതാണ് ഭക്തി എന്ന് പറയുന്നത്. ഗുരു പറയുന്ന ഭക്തി ഇത്തരത്തിലാണ്. നമ്മൾ എന്താണ്, നമ്മുടെ കഷ്ടപ്പാടൊക്കെ അങ്ങോട്ട് പറയാതെ തന്നെ ഭഗവാന് മനസ്സിലാക്കാം എന്താണ് ഇവന് വേണ്ടുന്നതെന്നൊക്കെ മനസ്സിലാക്കാം. നീ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിലും നീ എന്നെ ഒന്ന് രക്ഷിക്കാനൊക്കെ നിനക്കൊരു കൈ പോരേ മുരുക എന്നൊക്കെ പറയുമ്പം ആ ഭക്തിഭാവം എത്രത്തോളമാണെന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പം ഭഗവാനെ, നിനക്ക് 6 മുഖമുണ്ട്, അപ്പോൾ അതുകൊണ്ട് കണ്ണും നിനക്ക് 12 ഉണ്ട്. കണ്ണ് കാണാനുള്ളതാണ്. പക്ഷെ നീ എന്താ ചെയ്യുന്നത്? നീ ആ കണ്ണുകൊണ്ട് എന്നെ ഒന്ന്, നീയാവുന്ന സത്യത്തെ ആശ്രയിച്ച് ഒന്നിലും നിലനിൽപ്പില്ല എന്ന സത്യം എനിക്കറിയാം. പക്ഷേ അതുകൊണ്ട് നിനക്ക് കാണത്തക്ക ദൃശ്യമായിട്ട് മറ്റൊന്നുമില്ല. അപ്പോൾ ആ ഒരു കണ്ണുകൊണ്ട് എന്നെ നീ ഒന്ന് നോക്കണം. അതുപോലെ ആ ഒരു ചെവി കൊണ്ട്, 12 ചെവി ഉള്ളതിൽ ഒരു ചെവി കൊണ്ട് നീ എന്നെ ഒന്ന് കേൾക്കണം. 12 കൈ ഉള്ളതിൽ നിന്ന് ഒരു കൈ പോരെ നിനക്ക് എന്നെ ഒന്ന് രക്ഷിക്കാനെന്നുള്ള ആ യാചകഭാവവും സ്നേഹവും ഒക്കെ കണ്ട് മുരുകനോട് എത്രത്തോളം ഭക്തിയോടുകൂടിയാണ് ഭഗവാൻ ഇതൊക്കെ പറയുന്നതെന്ന് നോക്കുമ്പം നമ്മൾക്ക് ആ ഭഗവാനും ആ മുരുകനും അല്ലെങ്കിൽ ആ ഒരു ഭക്തനും തമ്മിലുള്ള ആ ഒരു പാരസ്പര്യമാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം നമുക്കൊന്നുകൂടി ആ ശ്ലോകം ഒന്ന് നോക്കാം. കണ്ണുണ്ടീരാറു കാതും കരവും അതു കണക്കുണ്ട്, കാരുണ്യമോ ഈ വണ്ണം മറ്റാർക്കുമില്ലീ അടിമ ഇഹപ്പെടും പാടു കണ്ടീലയോ നീ. കണ്ണിൽ കണ്ടോർ വഴിക്കുന്നതും ഒരു ചെവി കൊണ്ടെങ്കിലും കേട്ടതില്ലേ. ദണ്ണം തീർത്തെന്നെ രക്ഷിച്ച് അഭയമരുളുവാൻ കഴിയുമൊന്നല്ലേ വേണ്ടൂ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ശ്ലോകത്തിൻ്റെ വിശദീകരണം ഇവിടെ സമാപിക്കുകയാണ്. ഈ തീർത്ഥയാത്രയിൽ പങ്കെടുത്ത് ഇത് ശ്രവിക്കുന്നവർക്കും ഈ തീർത്ഥയാത്രയിൽ പങ്കെടുക്കുന്നവർക്കും ഭഗവാന്റെ കാരുണ്യം ആവോളം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഭഗവാനെ അറിയുവാൻ വേണ്ടി ഗുരുവിൻ്റെ കൃതികളിലൂടെ ഇത്തരത്തിലുള്ള ഒരു
ജ്ഞാനയജ്ഞം സംഘടിപ്പിച്ച നമ്മുടെ കൂട്ടായ്മയുടെ അഡ്മിൻ പാനൽ സാരഥികളോടുള്ള സ്നേഹവും അറിയിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധമായ അനുഗ്രഹവും ഭഗവാനാൽ വന്ന് ഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ.